ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ പറ്റിയാണ്. ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ആക്ടിവിറ്റി അല്ല. പകരം നമ്മളൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ചിന്തിച്ചു തുടങ്ങുന്ന സമയം മുതലേ തന്നെ നമ്മളൊരു മിനിമൽ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ എല്ലാ ഫേസസിലും എൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞതുപോലെ ഏർലി ടെസ്റ്റിംഗ് സേവ്സ് ടൈം ആൻഡ് മണി. നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം തുടക്കം മുതലേ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്ന ഓരോ ആക്ടിവിറ്റികളെയും പരിശോധിച്ച് അത് കുറ്റമില്ലാത്തതായിട്ട് മുന്നിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മൾക്ക് വലിയ വേസ്റ്റ് ഓഫ് ടൈമോ അല്ലെങ്കിൽ മണി വേസ്റ്റേജോ ഒന്നും വരാതെ തന്നെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റിനെ ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലും അല്ലെങ്കിൽ പർട്ടിക്കുലർ ബഡ്ജറ്റിൽ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും, ബിൽഡ് ചെയ്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് പഠിക്കുന്ന എല്ലാവരും തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ പറ്റി അറിയണം. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനകത്തുള്ള സ്റ്റേജുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് പഠിക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ SDLC എന്ന് പറയുന്നത് ഒരു ഫ്രെയിം വർക്കാണ് ദാറ്റ് എക്സ്പ്ലെയിൻസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ഇൻ ഡെവലപ്പിംഗ് എ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഓർ സോഫ്റ്റ്വെയർ. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസും സ്റ്റെപ്സും ആണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെന്നാണ് SDLC നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനും എഫിഷ്യൻസി, അതേപോലെ തന്നെ അത് ഹൈലി മെയിൻറ്റൈനബിൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മെറിറ്റ്സ് ഉണ്ട്, ഗുണങ്ങളുണ്ട് നമുക്ക് SDLC ഫോളോ ചെയ്യുന്നത് വഴി. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമുക്ക് അതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്, നമ്മൾക്ക് അറിയാം എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ തെറ്റുകളൊന്നും വരത്തില്ല. ആ തെറ്റുകൾ വന്നുപോയാൽ പിന്നെ അതിനെ തിരുത്താൻ വേണ്ടി കളയുന്ന സമയവും അതേപോലെ തന്നെ എന്താ നമ്മുടെ എക്കണോമിക്കലി നമുക്ക് അങ്ങനത്തെ വേസ്റ്റേജ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതിനെല്ലാം നമ്മളെ ഒരു പ്രോപ്പർ പ്ലാനിങ് സഹായിക്കും. സോ ഇറ്റ് റെഡ്യൂസസ് ദ ഡെവലപ്മെന്റൽ ടൈം ആൻഡ് കോസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും, റിലയബിൾ ആയിരിക്കും. അതുപോലെ വ്യക്തമായ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കണം എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കും, അത് നമ്മുടെ പ്രോസസ് മാനേജ്മെന്റുകൾ പ്രോപ്പർ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് SDLCയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് SDLC നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനകത്തുള്ള ആ ഡിഫറെന്റ് ഫേസുകൾ, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിക്വയർമെന്റ്സിനെ കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, ആ ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. അതായത് റിക്വയർമെന്റ്സിനെ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സുമായിട്ടാണ് ആ ഫസ്റ്റ് ഡീലിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡിസൈൻ, അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഡിസൈൻ ഫേസ് ആണ്. ഡിസൈൻ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും കേട്ടറിഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനൊരു രൂപരേഖ തയ്യാറാക്കുന്നു, നമ്മളതിനെ പിക്ചറൈസ് ചെയ്യുന്നു. എങ്ങനെ ആയിരിക്കണം നമ്മുടെ സിസ്റ്റം, അതിനകത്തുള്ള മെയിൻ ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻസ് എന്താണ്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, പിന്നെ ഈ സിസ്റ്റത്തിന്റെ സ്കെയിലബിലിറ്റി എത്രത്തോളം, അല്ലെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് സെക്യൂർ ആക്കാം, അപ്പൊ തുടങ്ങി അങ്ങനത്തെ ഒരു ബ്രോഡ് കാര്യങ്ങളായിരിക്കും ഡിസൈൻ ഫേസിൽ നടക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഇതെല്ലാം പേപ്പറിലാണ് ഇരിക്കുന്നത്, ഡോക്യുമെന്റ്സ് ആണ്.
ഈ ഡോക്യുമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് അതിനെ റിയലിസ്റ്റിക് ആയിട്ട് മാറ്റണം. ഇപ്പം കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ റിയലിസ്റ്റിക് ആകുക എന്ന് പറയുമ്പം എന്താണ്, അവിടെ നമ്മൾ കോഡിംഗ് നടത്തണം. അപ്പൊ അതാണ് ഇംപ്ലിമെന്റേഷനിൽ നടക്കുന്നത്, ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ കോഡിംഗ് ഫേസ്. അതിനുശേഷം നമ്മൾ ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ കോഡെല്ലാം എഴുതി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, അത് ടെസ്റ്റിങ്ങിനായിട്ട് കൊടുക്കും. ടെസ്റ്റിംഗ് എല്ലാം നടന്ന് നമ്മുടെ സിസ്റ്റം കറക്റ്റ് ആണ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷന് ഡിഫക്ട്സ് ഒന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് കസ്റ്റമർക്കായിട്ട് കൊടുക്കും. അതാണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അത് കസ്റ്റമറിന് ഉപയോഗിക്കാനായിട്ട് അവരുടെ പ്രിമിസസിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. അതാണ് ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ അതിന്റെ വർക്കിംഗ് ടൈമിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സുകളോ ഒക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതെല്ലാം മെയിൻ്റനൻസ് ഫേസിൽ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന കമ്മിങ് സ്ലൈഡ്സിൽ നമുക്ക് കാണാം. ഫസ്റ്റ് എന്താണ്, റിക്വയർമെന്റ് ഗ്യാതറിംഗ് ആൻഡ് അനാലിസിസ്. ഇപ്പൊ ആ പേര് പറയുന്നത് പോലെ തന്നെ അവിടെ 2 ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒന്ന് റിക്വയർമെന്റ് ഗ്യാതറിങ്, അതുപോലെ തന്നെ അനാലിസിസ്. ഇപ്പൊ റിക്വയർമെന്റ് ഗ്യാതറിംഗ് എന്ന് പറയുന്ന ഫേസിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ ഒരു കസ്റ്റമർ ഇപ്പം നമ്മുടെ കമ്പനിയെ സമീപിക്കുന്നു, ഇപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നു. അപ്പം നമുക്ക് അതിനകത്തൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പം നമ്മുടെ ബിസിനസ് അനലിസ്റ്റുകളോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജേഴ്സോ സീനിയർ ടീം മെമ്പേഴ്സും ഒക്കെ ആയിരിക്കും കസ്റ്റമേഴ്സുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോൾ അവരുമായിട്ട് നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്ത് പ്രൊഡക്റ്റാണ് കസ്റ്റമർക്ക് ആവശ്യം, അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്റ്റ് കൊണ്ട് കസ്റ്റമർ ഉദ്ദേശിക്കുന്ന പർപ്പസ്, പിന്നെ അതുപോലെ തന്നെ ആരായിരിക്കാം അതിൻ്റെ എൻഡ് യൂസർ, പിന്നെ അതുപോലെ എന്താണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ നിന്നും കിട്ടേണ്ടിയത് എന്നുള്ള തുടങ്ങിയ ഒരു കാര്യങ്ങൾ നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്നും ഗ്യാദർ ചെയ്യും, കളക്ട് ചെയ്യും. എന്നിട്ട് അപ്പം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ആവും, ഓക്കെ ഇന്ന സാധനമാണ് നമ്മുടെ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കും ആകും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മളൊരു കസ്റ്റമർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അതല്ലെങ്കിൽ ബിസിനസ് സ്പെസിഫിക്കേഷൻ, ഏത് പേര് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കും. അപ്പോൾ അതിൽ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് ആയിരിക്കും, നമ്മൾ എക്സ്പെക്ടേഷൻസും റിക്വയർമെന്റ്സും ഒക്കെ ആയിരിക്കും നമ്മൾ അതിൽ കാണുന്നത്. ഇനി അനാലിസിസ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോജക്റ്റിനെ പറ്റി പഠിക്കും. അതായത് ഇത് നമ്മളുടെ ഓർഗനൈസേഷന് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് ആണോ, നമ്മളുടെ ഫേമിന് അത് എക്കണോമിക്കലായിട്ടും അതുപോലെ തന്നെ ടെക്നിക്കലി അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഒക്കെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ നമുക്ക് ഏറ്റെടുത്ത് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുമോ, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കും. നമുക്കിത് നമുക്കിത് മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ലീഗലി ഫീസിബിൾ ആണോ, അത് ഫിനാൻഷ്യലി അത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ. അതായത് നമ്മൾ ഇൻ ഷോർട്ട് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ അസസ് ചെയ്യുവാണ് ഈ പ്രോജക്റ്റിനെ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതിന്റെ സാധ്യത എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൺസ് നമ്മൾ മനസ്സിലാക്കി, ഓക്കെ ദിസ് ഇസ് ഓക്കെ ഫോർ അവർ ഫേം, അതായത് ഇത് ഏറ്റെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത ബഡ്ജറ്റിനുള്ളിൽ ഒരു നിശ്ചിത ടൈം ഫ്രെയിമിനുള്ളിൽ എല്ലാ ലീഗാലിറ്റികളെയും നമ്മൾ ഒബേ ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് ഈ ഒരു അനാലിസിസിൽ നിന്ന് നമ്മളുടെ ഫേമിന് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, ഏറ്റെടുക്കാം. സോ അതാണ് ഒരു അസസ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അനാലിസിസ് ഫേസിൽ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഫേസ്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ കസ്റ്റമർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, ആ സിസ്റ്റത്തിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യണം അല്ലേ. അപ്പം ഈ ഡിസൈൻ ഫേസിൽ നമുക്ക് 2 ഡിസൈനുകളായിരിക്കും മെയിൻലി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഒന്ന് ഹൈ ലെവൽ ഡിസൈനും
രണ്ടാമത്തേതെന്ന് പറയുന്നത് ലോ ലെവൽ ഡിസൈൻ. അപ്പോൾ ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് സിസ്റ്റം ഡിസൈൻ ആണ്, മാക്രോ ലെവൽ ഡിസൈൻ ആണ്. അത് ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അതിന്റെ തമ്മിലുള്ള റിലേഷൻസ്. അപ്പം ഒരു ഒരു ബ്രോഡ് വേയിലായിരിക്കും, എന്ന് വെച്ചാൽ അത് ഡീപ്പറായിട്ട് പോകത്തില്ല, ഒരു ഷാലോ രീതിയിൽ എന്നാൽ സിസ്റ്റത്തിനെ മൊത്തത്തിലൊന്ന് നമുക്ക് കാണത്തക്ക രീതിയിൽ അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു ഹൈ ലെവൽ ഡിസൈൻ നടത്തുന്നത്. ഇനി രണ്ടാമത്തെ ലോ ലെവൽ, അതിപ്പോൾ ഇത് ചെയ്യുന്നത് സൊല്യൂഷൻ ആർക്കിടെക്ട്സ് ഒക്കെയാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ലോ ലെവൽ ഡിസൈനിൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസൈൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ലെവൽ ഡിസൈനിനെ കുറച്ചുകൂടെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യും, കുറച്ചും കൂടെ നമ്മൾ അതിനെ വ്യക്തമാക്കും, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ലോ ലെവൽ ഡിസൈൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മൾ യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്, ഡേറ്റാബേസിന്റെ സ്കീമ ഡിസൈൻ ചെയ്യുന്നത്, മൊഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഡോക്യുമെന്റുകൾ തയ്യാറാക്കും, ലൈക്ക് ഇപ്പൊ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താ, ആൽഗോറിതംസ്, പിന്നെ എന്തെങ്കിലും സ്യൂഡോ കോഡുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്, കൺട്രോൾ ഫ്ലോ ഡയഗ്രാംസ് തുടങ്ങി അങ്ങനെ ഈ ഒരു ഡിസൈനിനെ നമ്മൾക്ക് എങ്ങനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ഈ ഡീറ്റെയിൽഡ് ഡിസൈനിൽ അല്ലെങ്കിൽ ലോ ലെവൽ ഡിസൈനിൽ ചെയ്യും. അപ്പോൾ ഇത് എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിസ്റ്റം ഫങ്ഷനാലിറ്റി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും ആക്യുറേറ്റും ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മൾ ഈ ലോ ലെവൽ ഡിസൈൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസൈനിൽ കൂടെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഇനിയും അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ വൺസ് ഈ ഡിസൈൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഡിസൈൻ വരെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഡോക്യുമെന്റേഷനിലായിരിക്കും അല്ലേ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം, ഇനി ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അതായത് അതിനെ റിയൽ ആക്കണം. അപ്പൊ റിയൽ ആക്കുന്നത് എങ്ങനെയാണ്, ഒരു സോഫ്റ്റ്വെയർ റിയൽ ആവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരണം, കോഡിംഗ് വരണം. അപ്പൊ അതാണ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ കോഡിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ഡെവലപ്പേഴ്സ് ഇൻവോൾവ് ആണ്, അതിൽ സീനിയറും ജൂനിയേഴ്സും എല്ലാവരും ഇൻവോൾവ് ആണ്. അവര് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അവർ സോഴ്സ് കോഡ് തയ്യാറാക്കും. അതായത് ഈ ഡിസൈനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യും ഒരു സോഴ്സ് കോഡിലേക്ക്. അത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ഫ്രെയിംവർക്കും ടൂൾസും ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഡിംഗ് പ്രാക്ടീസസും അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് അവർ അഡ്ഹെയർ ചെയ്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോഡിംഗ് ഫേസിനകത്ത് ഉള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു റിയൽ ആയിട്ട് ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം അത് കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. അവിടെയാണ് ടെസ്റ്റിംഗ് ഫേസ് വരുന്നത്. അപ്പോൾ അന്നേരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെയ്ത കാര്യം ഇപ്പൊ ടെസ്റ്റിംഗ് എന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ലെവലിലാണ് ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞതെങ്കിലും നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം റിക്വയർമെന്റിനെ ഗ്യാദർ ചെയ്യുന്ന സമയം മുതലേ നമ്മളൊരു ഒരു മിനിമൽ ലെവൽ ഓഫ് ടെസ്റ്റിംഗ് നമ്മൾ കൊടുക്കും. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് തന്നെ ഒരു തെറ്റ് തുടങ്ങി അതൊരു വലിയ തെറ്റായി മാറാൻ പാടില്ല. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ആ സമയത്തും ഒക്കെ നമ്മൾ ഓരോ തരം ടെസ്റ്റിങ്ങുകൾ ചെയ്യും. അപ്പം ഇതിപ്പം ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റേഴ്സ് ഈ ഒരു സിസ്റ്റത്തിനെ നമ്മളിപ്പം ഡെവലപ്പേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തെടുത്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു സിസ്റ്റത്തിനെ ടെസ്റ്റേഴ്സ് എക്സാമിൻ ചെയ്യും, ടെസ്റ്റ് ചെയ്യും എഗെയിൻസ്റ്റ് എന്ത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്. അപ്പം കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ കസ്റ്റമർ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണോ, അതിന്റെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണോ എന്നൊക്കെ ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് യൂണിറ്റ് ലെവൽ ടെസ്റ്റിംഗ് ആകാം, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആകാം, സിസ്റ്റം ടെസ്റ്റിംഗ് ആകാം, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആകാം. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു ഡിഫക്റ്റിനെ ഐഡന്റിഫൈ ചെയ്താൽ ടെസ്റ്റേഴ്സ് അത് എന്ത് ചെയ്യും, ഡെവലപ്പേഴ്സിന് അസൈൻ ചെയ്യും. എന്നിട്ട് ഈ ഡെവലപ്പേഴ്സ് അത് വൺസ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റേഴ്സ് അതിനെ റീടെസ്റ്റ് ചെയ്യുകയും കൺഫേം ചെയ്യുകയും ചെയ്യും. ബഗ് ഫിക്സ് ആയെങ്കിൽ ഫിക്സ്ഡ്, അല്ലെങ്കിൽ വീണ്ടും അത് റീഅസൈൻ ചെയ്ത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ ആ ഡിഫക്റ്റ് ഫിക്സ്ഡ് ആവുന്നിടം വരെ ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇതെന്ന് പറയുന്നത്
ഏറ്റവും നേരത്തെ നമുക്ക് എത്രയും നേരത്തെ നമുക്ക് തെറ്റുകളെ കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിക്കാവോ അതാണ് ഏറ്റവും നല്ല ഒരു സോഫ്റ്റ്വെയർ, ക്വാളിറ്റി ഉള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കിട്ടാനുള്ള കീ. ഓക്കെ, ഇനിയും ടെസ്റ്റേഴ്സ് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടായിരിക്കും കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, കാര്യങ്ങളെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും, റെഫർ ചെയ്തുകൊണ്ടായിരിക്കും ടെസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റും, അതുപോലെ തന്നെ ഈ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന കുറെ ഡോക്യുമെന്റുകളുണ്ട്. അതാണ് ടെസ്റ്റിംഗ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫക്ട് റിപ്പോർട്ടുകളാകാം, റിക്വയർമെന്റ് ട്രേസബിലിറ്റി മെട്രിക്സ് ആകാം, ടെസ്റ്റ് കണ്ടീഷൻസിന്റെ ഡേറ്റ ആകാം, അതല്ലെങ്കിൽ ഇൻപുട്ട് ഡേറ്റ സെറ്റ് ആവാം. അങ്ങനെ ടെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തെടുത്ത എല്ലാ ഡോക്യുമെന്റുകളെയും ടെസ്റ്റിംഗ് ആർട്ടിഫാക്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം വൺസ് ഈ ടെസ്റ്റിംഗ് എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനെ പ്രൊഡക്ഷന് വിടുകയും പിന്നെ അതിന് ശേഷം നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കസ്റ്റമർ പ്രെമിസസിൽ ഇൻസ്റ്റലേഷനും കോൺഫിഗറേഷനും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്യും, അതിനെ കോൺഫിഗർ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡേറ്റ പഴയ എന്തെങ്കിലും സിസ്റ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്നോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഡേറ്റ മൈഗ്രേഷനും എല്ലാം ഈ ഡിപ്ലോയ്മെന്റ് ഫേസിൽ നോക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്താ? നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ച് ബിൽഡ് ചെയ്ത സാധനം കസ്റ്റമർക്ക് കറക്റ്റായിട്ട് കിട്ടണം, അല്ലേ? കസ്റ്റമറുടെ പ്രിമിസസിൽ കിട്ടണം. അപ്പോൾ അവിടെ നമ്മൾ പോർട്ടബിലിറ്റി ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും പരിഹരിക്കുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫേസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതായത് നമ്മൾ എന്ത് സർക്കംസ്റ്റാൻസസിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്, നമ്മൾ എന്ത് തരം സർവീസുകളാണ് അവർക്ക് ഓൺ ഗോയിങ്ങിൽ അവരുടെ റണ്ണിങ് ടൈമിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ SLAയിൽ എഴുതുന്നത്. അപ്പം ഓൺ ഗോയിങ് സപ്പോർട്ട് കൊടുക്കുക, എന്തെങ്കിലും ബഗിനെ ഐഡന്റിഫൈ ചെയ്താൽ അതിനെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും അപ്ഡേറ്റ്സുകളൊക്കെ സമയാസമയങ്ങളിൽ ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക, സോഫ്റ്റ്വെയർ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യുക, പ്രോപ്പറായിട്ട് കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കാരണം ഇനി നമ്മൾ ടെസ്റ്റിംഗ് ടൈപ്പുകൾ പഠിക്കുമ്പം ആ ടെസ്റ്റ് ടൈപ്പുകളെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. കാരണം പല ടെസ്റ്റുകളും ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫേസസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്താന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ SDLCയെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മോഡൽസുകളെ പരിചയപ്പെടും. നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിൽ SDLC മോഡൽസ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ എല്ലാവർക്കും താങ്ക് യു.